എന്ത് പടമാണ് നിങ്ങൾ ഇമേജിൻ ചെയ്യുന്നത്? എല്ലാവരും ടെസ്റ്റ് നോക്കി ഒറ്റ ആൻസറിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ടെസ്റ്റ് നോക്കേണ്ട, ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ആൻസർ പറയുക. എന്നാലേ നിങ്ങൾക്ക് പോയം എഴുതാൻ പറ്റൂ. ഞാനിപ്പോൾ ദാ ഇവിടെ ഒരു പിക്ചർ വരയ്ക്കുന്നു. നിങ്ങളത് എന്താണെന്ന് പറയണം. ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ ആയിരിക്കില്ല വേറൊരു കുട്ടിക്ക് വരുന്നത്. ഐ ഡ്രോ അനദർ പിക്ചർ ഫ്രം ദിസ് ക്ലൗഡ്. ഈ ക്ലൗഡ് ഉപയോഗിച്ച് ഞാൻ വേറൊരു പിക്ചർ വരച്ചു. ഇനി ആ പിക്ചർ എന്ത് തോന്നുന്നു? യെസ്, നേരെ ഫസ്റ്റ് പിക്ചർ യു ഇമാജിൻ ആസ് ദിനോസർ, ബേർഡ്, കൗ. സെക്കൻഡ് പിക്ചർ യു ഇമാജിൻ ആസ് സ്നേക്ക്. ആൾ ഓഫ് യു ഇമാജിൻ സ്നേക്ക്. One children imagine as rope. Arsha image this cloud as a rope. Am I right? നിങ്ങളുടെ ആൻസർ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ? Correct. Someone laying in cloud. Can you imagine this picture as? I try to draw your answer. Is it your answer? Yes. This is your answer. I draw your answer. Okay. What about this cloud? Sheep. Elephant, bear, doll, Elephant. lamb. Look, this is eye. Okay. You can imagine as this eye. This one is eyes. Ida eye or ear. What is this? Head. Hair. Huh? Hair. This one is hair. Head. This is Hair. nose. Ear. Where is your nose? Okay. Elephant. Teacher, Center of the is this teacher my nose? Okay. What about this? Mouth. Mouth. Then this is like Teddy bear. I read your imagination. Monkey, teddy bear, teddy, sheep, elephant. Okay, dear. Can you make a cloud using cotton? Yes. How will you make a cloud using cotton? ഒരുമിച്ച് വെച്ച് ക്ലൗഡിന്റെ ഷേപ്പിൽ ഉണ്ടാക്കാം ടീച്ചർ. ഏതൊരുമിച്ച് വെച്ച്? Take cotton and paste together in the shape of cloud. Correct. Video on cardboard and paste cotton and cover the cardboard with cotton and we will get a sky. Put glue on it and cover with cotton like a sky shape. Okay, correct. Cotton is like a cloud. അപ്പോൾ you can make a cloud. You can imagine any picture from cloud. You can draw any animals or any birds from cloud. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇമാജിൻ ചെയ്തു. ഇനി ഒരു പോയം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അന്നേരം നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യിപ്പിക്കാമെന്ന്. ദിസ് എ ഗേൾ. ക്ലൗഡിനോട് സംസാരിക്കുകയാണ്. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. ഇവിടെ ക്ലൗഡിനെ വൈറ്റ് ഷീപ്പായിട്ടും ആ ബ്ലൂ സ്കൈയെ ബ്ലൂ ഹില്ലായിട്ടും ബ്ലൂ ഹില്ലിൽ വൈറ്റ് ഷീപ്പ് നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തു. നിങ്ങൾ ഇത്രയും നേരം ഇമാജിൻ ചെയ്തത് സ്നേക്ക്, ടെഡി ബിയർ, എലിഫൻറ്റ്, ഒത്തിരി അധികം ഇമാജിനേഷൻ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തി.
അപ്പോൾ ഇവിടെ Crow, monkey. നിങ്ങളാണ് ആ കുട്ടിയെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ഇമാജിൻ ചെയ്തോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് യു ആൾ സ്റ്റാൻഡ് സ്റ്റിൽ. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് യു ആൾ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ ടെഡി ബിയർ ആവാം, എലിഫൻ്റ് ആവാം. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് എപ്പോഴാണോ കാറ്റ് നിൽക്കുന്നത്. എലിഫൻ്റ് ആണെങ്കിൽ എലിഫൻറ്റിന് പിന്നെ അനങ്ങാൻ പറ്റുമോ? ഇല്ല. നോ, എലിഫന്റ് കാൺ മൂവ്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് എലിഫന്റ് കാൺ മൂവ്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് നിങ്ങൾ മനസ്സിൽ കൂടെ പറയണം ടീച്ചർ പറയുന്നത്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് ടെഡി ബിയർ കാൺ മൂവ്. വെൻ ദ വിൻഡ് സ്റ്റോപ്പ് സ്നേക്ക് കാൺ മൂവ്. ഹിയർ സ്നേക്ക്, ടെഡി ബിയർ, എലിഫന്റ് ആർ യുവർ ഇമാജിനേഷൻ. ഓക്കെ. ഇനി യു ആർ സ്റ്റാൻഡ് സ്റ്റിൽ. വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് എവേ സ്ലോ. ഇൻ യുവർ ഇമാജിനേഷൻ വെൻ ദ വിൻഡ് ബ്ലോസ് യു വാക്ക് എവേ സ്ലോ ഓർ വാക്ക് എവേ ഫാസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് സ്നേക്ക് വാക്ക് എവേ സ്ലോ. Creep away slow. Snake creeping. Is it right? When the wind blows, you creep away slow. Is it elephant? You walk away slow. Is it teddy bear? You Move. Dance or move away slow. White sheep, where do you go? When the white sheep on a blue hill. When the wind stop, you all stand still. When the wind blows, you walk away slow. White sheep, where do you go? ഇവിടെ വൈറ്റ് ഷീപ്പിൻ്റെ അവിടെ നിങ്ങളുടെ ഇമാജിനേഷൻ എഴുതുമ്പോൾ സ്നേക്ക് ആണെങ്കിൽ ക്രീപ്പ് ചെയ്യാം, എലിഫൻ്റ് ആണെങ്കിൽ സ്ലോലി ആയിട്ട് നടക്കാം. അതേപോലെ White sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, where do you go? White sheep, where do you go? White sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, where do you go? White sheep, where do you go? When the wind blows, you walk always slow. White sheep, where do you go? next. ഞാൻ വായിക്കട്ടെ. You all stand still. When the wind blows, you walk away slow. White sheep, where do you go? This is Hebron poem. Okay, start. Polar bear on a blue hill. When the wind stops, you stand still. When the winds blow, you walk away slow. Polar bear, where do you go? White dove on a blue sea. In the wind stop, dove fly away. Teacher, അങ്ങനെ വായിക്കാമോ? വായിക്കാം. Good evening, teacher. My name is Nandaksha. When the wind blows, dove stands still. White dove, where do you go? White teddy on a blue sea. White teddy on a blue sea. When the wind stops, you all stand still. When the wind stops, you all stand still. When the wind blows, you walk away slow. When the wind blows, you walk away slow. White teddy,
where do you go? White teddy, where do you go? ഓക്കെ. വൈറ്റ് ഷീപ്പ് ഓൺ എ ബ്ലൂ ഹിൽ. ഒരു വാക്ക് മാത്രം മാറ്റി അവിടെ വേറൊന്ന് അപ്ലൈ ചെയ്ത് കാണാപ്പാഠം പറയാനല്ല ഞാൻ ടീച്ചർ ഉദ്ദേശിച്ചത്. നിങ്ങൾ കുറേ ഇമാജിനേഷൻ നടത്തി. അവിടെ ഒത്തിരി അധികം ആനിമൽസും ബേഡ്സും ചിത്രങ്ങളൊക്കെ വന്നു. അവിടെ നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്യുന്നുവോ അതിനനുസരിച്ച് താഴോട്ട് മാറ്റാം. ഇപ്പം ഈ കുട്ടി ഇമാജിൻ ചെയ്തത് ബ്ലൂ ഹില്ലിൽ വൈറ്റ് ഷീപ്പായിട്ട്. നിങ്ങൾക്കിതിനെ ബ്ലൂ സീയിൽ വേറെ ആനിമലായിട്ട് ഇമാജിൻ ചെയ്യാം. if it is an elephant, walk slowly ആവാം. if it is a snake, it can creep, എഴയുന്നതാവാം. if it is a bird, it can fly. അത് you fly when the wind blows, you fly slowly എന്നാൽ you fly. കുറച്ച് ലോജിക്ക് ചിന്തിച്ച് വേണം എഴുതാൻ. ഇവിടെ ഒരു കുട്ടി ചോദിച്ച് ഇവിടെ മാത്രം മാറ്റിയാൽ മതിയോന്ന്. അങ്ങനെ അവിടെ മാത്രം മാറ്റി നമ്മൾ കോപ്പി അടിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പോയമാണ് എഴുതുന്നത്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നു, നീലമേഘങ്ങളെ കാണുന്നു. ടീച്ചർ കുറേ ചിത്രങ്ങളെ കാണിച്ചു. നിങ്ങളുടെ ഇമാജിനേഷനിൽ എന്ത് കാണുന്നു അത് വെച്ച് നിങ്ങൾ എഴുതുക. അതിന് സഹായകരമായിട്ട് ഈ പോയം ഉപയോഗിക്കുക. ഓക്കെ. ട്രീ ആക്കാം. ട്രീ ആണ് കണ്ടതെങ്കിൽ ട്രീ ആക്കാം. മരങ്ങളിൽ ഈസ് ഇറ്റ് എ ട്രീ? വൈറ്റ് ക്ലൗഡ് ആർ ലുക്ക് ലൈക്ക് എ ഫ്രൂട്ട് ഓർ ഫ്ലവർ? ഫ്ലവർ ആയി. അപ്പോൾ ആർ യു റെഡി ടു റൈറ്റ് യുവർ ഓൺ പോയം? Yes, teacher. ഓൺ പോയം. അതെ ടീച്ചർ. ഓക്കെ. Brown teddy on a orange hill. When the wind stops, you dance stop. When the wind blows, you dance away slow. Brown teddy, where do you go? ട്രീ എന്ന് പറഞ്ഞപ്പോൾ ട്രീയുടെ കളർ പറഞ്ഞില്ല. സീ എന്ന് പറഞ്ഞപ്പോൾ ബ്ലൂ സീ പറഞ്ഞു. അതേപോലെ കളർ പറയാതെ വേണമെങ്കിൽ നമുക്ക് ട്രീ ആക്കാം, ഹില്ലാക്കാം, എന്ത് വേണോ ആക്കാം. ഓക്കെ. White swan on a blue pond. White swan on a blue pond. When the wind stops, you all stand still. When the wind stops, you all stand still. When the winds blow, you swim away slow. White swan, where do you go? White swan, where do you go? Who is the poet talking to? Christina Rossetti. ടെസ്റ്റിലെ പോയം 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒപ്പം നിങ്ങളുടെ യുവർ ഓൺ പോയം. ടുഡേ യു റോട്ട് എ പോയം. All of you are poetic. Those who write a poem called poetic. Teacher. All of you are poetic. Teacher. Because you write your own poem. Is it right? Is it right? Yes. Yes. You read your own poem. Okay. White kite on a blue sky. When the wind stops, you are stand still. When the wind blew, you walk fly away slow. White kite, fly away in the sky. Yellow mango on a green tree. When the winds blow, mango will fall. When the spring season comes, the leaves will fall. Yellow mango, where do you go? White teddy on a blue hill. When the wind stops, teddy can't move. When the wind blows, teddy walk away show. White teddy, where do you go? Textbook poem, question answer and your own poem. White teddy on a blue hill. When the music on,
you start your dance. When the music stops, you stop your dance. White teddy, where are you? ഇപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ഈ പോയം ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതി പോസ്റ്റ് ചെയ്തോളൂ.